നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. തോട്ടം തൊഴിലാളികൾക്കിടയിൽ ആശങ്കയുയർത്തിക്കൊണ്ട് മൂന്നാറിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന പടയപ്പയുടെ ആക്രമണം. ഇന്നലെ രാത്രി മൂന്നാർ ഉദുമൽപേട്ട് അന്തർ സംസ്ഥാന പാതയിൽ ഇറങ്ങിയ കാട്ടുകൊമ്പൻ പടയപ്പ തമിഴ്നാട് RTCയുടെ ബസ് ആക്രമിച്ചു. ബസ് തടഞ്ഞ് പടയപ്പ ചില്ലു തകർത്തു. ശേഷം കൊമ്പും തുമ്പിക്കൈയും ഉപയോഗിച്ച് ബസ് തള്ളിമറിക്കാൻ ശ്രമിക്കവേ ഡ്രൈവർ ഹോൺ മുഴക്കിയാണ് രക്ഷപ്പെട്ടത്. മൂന്നാർ ഉദുമൽപേട്ട് അന്തർ സംസ്ഥാന പാതയിലെ 8ാം മൈലിന് സമീപത്താണ് പടയപ്പ രാത്രി എത്തിയത്. ഒരാഴ്ചക്കിടെ ഇത് 3ാം തവണയാണ് വാഹനങ്ങൾക്ക് നേരെ ആനയുടെ ആക്രമണം. വാഹനത്തിന് മുന്നിൽ അരമണിക്കൂറോളം നിലയുറപ്പിച്ച പടയപ്പ പതിയെ വഴിമാറിയതോടെയാണ് വാഹനം കടന്നുപോയത്. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി അന്തർ സംസ്ഥാന പാതയിൽ നിലയുറപ്പിച്ച പടയപ്പ വാഹനങ്ങളെ ആക്രമിക്കുന്നത് തുടരുകയാണ്. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം 2 വാഹനങ്ങൾ പൂർണ്ണമായും തകർത്തതായും റിപ്പോർട്ട് വന്നിരുന്നു. ആന നിലവിൽ വനത്തിലാണെന്ന് വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാന പടയപ്പയ്ക്ക് മദപ്പാടുള്ളതായി സംശയമുണ്ടെന്ന് ഇന്നലെ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ചെവിയുടെ ഒരു ഭാഗത്ത് കറുത്ത നിറത്തിൽ പാട് കണ്ടെത്തി. RRT സംഘം പടയപ്പയെ നിരീക്ഷിച്ചു വരികയാണ്. എന്നാൽ ഒറ്റതിരിഞ്ഞ് നടന്നിരുന്ന പടയപ്പ എന്ന കാട്ടാനയ്ക്കൊപ്പം കുട്ടിക്കൊമ്പനും പിടിയാനയും കൂട്ടുചേർന്നു. തലയാർ കടുകുമുടിയിലാണ് 3 കാട്ടാനകളെയും വനപാലകർ കണ്ടെത്തിയത്. ആക്രമണ സ്വഭാവം ഇല്ലാതിരുന്ന പടയപ്പ എന്ന കാട്ടാനയ്ക്ക് മദപ്പാട് ഉണ്ടായതാണ് വാഹനമടക്കം ആക്രമിക്കാൻ കാരണമെന്നാണ് വനപാലകർ കരുതുന്നത്. ഇതോടെ ആനയെ RRT സംഘം നിരീക്ഷിച്ചു വരികയാണ്. ജനവാസ മേഖലയിലേക്ക് ആന കയറാതിരിക്കാനും വനപാലക സംഘം ശ്രമിക്കുന്നുണ്ട്. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകളെ തുരുത്തിയോടിക്കാൻ RRT സംഘം രംഗത്തെത്തി. 3 ഇടങ്ങളിലായി ഇറങ്ങിയ കാട്ടാനക്കൂട്ടത്തെ RRT സംഘം പടക്കം പൊട്ടിച്ച് കാട്ടിലേക്ക് തുരത്തി. ഗ്രാമസാലന്റ് ആശുപത്രി പരിസരം, തലയാർ, കടുകുമുടി, കന്നിമല എന്നിവിടങ്ങളിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടത്തെയാണ് സംഘം കാട്ടിലേക്ക് തുരത്തിയത്. ഒരാഴ്ചയോളമായി എസ്റ്റേറ്റ് മേഖലയിൽ കാട്ടാനക്കൂട്ടം ഭീതി പരത്തുന്നു. ഒരു ഭാഗത്ത് പടയപ്പ ഒറ്റ തിരിഞ്ഞു നിൽക്കുമ്പോൾ മറുഭാഗത്ത് കാട്ടാനകൾ കൂട്ടമായി എത്തി ആക്രമണം നടത്തുകയാണ്.